അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് സിതാരയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് നവീൻ വരികയാണ്. അങ്ങനെ നവീൻ വന്ന് കൃഷ്ണയെ കാറിൽ കയറ്റി കൊണ്ടുപോകും. അപ്പം നമ്മുടെ പിന്നെ പുള്ളിക്കാരി ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സിമി ചോദിക്കും കൃഷ്ണ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം അറിയിക്കും. ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയും. അപ്പോൾ പറയും ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയും. അപ്പോൾ സിതാര പറയും ഒന്നെങ്കിൽ അവളുടെ അമ്മ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ജോലി അവൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണയും കൊണ്ട് നവീൻ പോയത് മാണിക്കുഞ്ഞിന് ഒരു വീടൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അത് കാണിക്കാൻ ഒരു ഹോം നേഴ്സിനെ അമ്മയ്ക്ക് വേണ്ടി വെച്ചതൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം കൃഷ്ണ പറയും എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടുക, അമ്മയോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറയും അത് സാരമില്ല, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയും. അങ്ങനെ അവർ നേരെ നാഗത്തറയിലേക്ക് നാഗ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ ഗോപാലിനോട് പറയും ഇവിടെ അടുത്ത് ഇവിടെ നാഗത്തിൻ്റെ അമ്പലം ഉണ്ടല്ലോ, എനിക്ക് അവിടെ വരെ പോകണമെന്ന്, അത് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പം ഗോപാലിന് അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പറയും ആരെങ്കിലും വരണം, വേണ്ടാന്ന് പറയും. അപ്പം ഈ കൃഷ്ണയുടെ അമ്മ തങ്കമാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നവീൻ്റെ അമ്മയും മുത്തശ്ശി അവിടെ വന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മകനെ കല്യാണം കഴിക്കുന്ന അവളും ഇപ്പോൾ വരും, അവരും ഇവിടെ അവരെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതൊക്കെ നമ്മുടെ തങ്ക കേൾക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും കൃഷ്ണയും നവീനും വന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് തങ്കം ഇങ്ങനെ ചുറ്റി നടന്നു വരുന്ന സമയത്ത് ഈ കൃഷ്ണയെ കാണും. അപ്പോൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഇവള് വന്ന് രാവിലെ ഇവള് ജോലിക്ക് പോയതാണല്ലോ, തങ്കത്തിന് ആകെ ഒരു ഇതാവും. അങ്ങനെ അവരോട് കൃഷ്ണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ തങ്കമാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകത്തില്ല, മറിഞ്ഞ് ഇന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ തങ്കം പോകും, ഇതൊന്നും ചോദിക്കാതൊക്കെ പോവുകയാണ്. കൃഷ്ണയും പോവുകയാണ്. ഇത് പിന്നെ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സിതാരയെ നവീൻ്റെ അമ്മ വിളിക്കും, മോളെ എവിടെ, കൃഷ്ണ എവിടെയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നവീൻ്റെ അമ്മ പറയും കുറേ നടന്നതല്ലേ, ചിലപ്പോൾ കാലിന് വേദന ഉണ്ടാവും, ഇന്ന് അമ്പലത്തിലൊക്കെ പോയതല്ലേ എന്ന് പറയും. ശരിക്കും കൃഷ്ണ ഇത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ സിതാര ചോദിക്കും അമ്പലത്തിലോ, ഒന്നും അറിയാത്ത പോലെ ചോദിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ കൺഫ്യൂഷൻസ് വരികയാണ്. ഇതേ സമയത്ത് കൃഷ്ണയുടെ വീട്ടിലാണെങ്കിൽ തങ്കം കൃഷ്ണ വന്ന ഉടനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. നീ ഇന്ന് എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കും, ജോലിക്ക് തന്നെയാണോ പോയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃഷ്ണ നിന്ന് പരുങ്ങും. അപ്പോൾ പറയാം അമ്പലത്തിൽ നിന്നെയും ഒരാളെയും കണ്ടല്ലോ, അതാരാണെന്ന് ചോദിക്കും. അതുമല്ല അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു, അവൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി വരും, അവരെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് കൃഷ്ണയോട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണ തങ്കത്തിനെയും ഗോപാലിനെയും നോക്കി എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.